ഹായ്, ഞാൻ കിരൺ. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കത് ചെറിയൊരു എക്സ്പെരിമെൻ്റ്, ഒരു പരീക്ഷണത്തിലൂടെ ഞാൻ കാണിച്ചു തരാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചെറുപ്പം കാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒക്കെ ഞാൻ ഈ മിന്നലടിക്കുമ്പോൾ ഒരുപാട് നിന്ന് നോക്കിയിട്ടുണ്ട്. എന്താണ് ഈ ഇത്രയും വലിയ ലൈറ്റ് ആകാശത്ത് നിന്ന് അടിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഒരു വലിയ ശബ്ദവും വരുന്നുണ്ട്, എന്താണ് ഇതെന്ന് ഞാൻ കുറേ ചെറുപ്പത്തിൽ ചിന്തിച്ച് നിന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, മഴക്കാലമാണ്, മിന്നലടിക്കുന്നുണ്ട്. മിന്നലടിച്ചിട്ട് കുറേ ആൾക്കാർക്ക് പരിക്കുകളൊക്കെ പറ്റുന്നുണ്ട്. എല്ലാവർക്കും കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മിന്നൽ. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അത്രയും സയൻറ്റിഫിക് ആയിട്ടൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഇത് രണ്ട് ചാർജുകളുടെ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് ചാർജുകളുടെ കളിയാണ് ഈ മിന്നൽ. അതൊരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും ഇതിനെ. സിമ്പിളായിട്ട് പറയുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാവുന്നത്, എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഞാൻ ഒരു ചെറിയ പരീക്ഷണം നടത്തി കാണിച്ചു തരാം. അതായത് നമുക്കറിയാം, ഈ ലോകത്തുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു സാധനം എടുത്തു കഴിഞ്ഞാലും അത് നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ഈ ആറ്റത്തിനുള്ളിൽ രണ്ട് ചാർജുകൾ ഉണ്ടാവും, അതായത് പോസിറ്റീവ് നെഗറ്റീവ്. അതായത് പ്രോട്ടോൺ ഇലക്ട്രോൺ എന്ന് പറയുന്ന രണ്ട് കണികളുണ്ട്. അതിന് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും. ഈ അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, രണ്ട് വസ്തുക്കൾ ഇങ്ങനെ ഒരയുമ്പോൾ ഈ ആറ്റത്തിനുള്ളിലുള്ള ഈ ചാർജുകൾ പരസ്പരം കൈമാറിയിട്ട് ഒരൊറ്റ സ്ഥലത്ത് ഇത് അക്യുമുലേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഇവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ഈ രണ്ട് സാധനങ്ങളിലും രണ്ട് തരം ചാർജുകളും ഉണ്ടാവും. ഇത് പരസ്പരം ഇങ്ങനെ ഒരേയാണെങ്കിൽ ഇതിലുള്ള ഈ വസ്തുവിൻ്റെ ഭാരം, ഒന്നിൻ്റെ കുറവും ഒന്നിൻ്റെ, അതായത് ഡെൻസിറ്റി കൂടിയതും കുറഞ്ഞതായിട്ടുള്ള രണ്ട് വസ്തുക്കളാണെങ്കിൽ, ഈ ഡെൻസിറ്റി കുറഞ്ഞതിൽ നെഗറ്റീവ് ചാർജും ഡെൻസിറ്റി കൂടിയതിൽ പോസിറ്റീവ് ചാർജും അക്യുമുലേറ്റ് ചെയ്യും, അതായത് ശേഖരിക്കപ്പെടും. ഈ ഡെൻസിറ്റി കുറഞ്ഞതും കൂടിയതായിട്ടുള്ള രണ്ട് വസ്തുക്കൾ പരസ്പരം ഇങ്ങനെ ഒരയുകയാണെങ്കിൽ ചാർജുകൾ, നെഗറ്റീവ് ചാർജല്ല ഒരു വശത്തോട്ടും പോസിറ്റീവ് ചാർജല്ല മറ്റൊരു വശത്തോട്ടും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. ഇത് പെട്ടെന്ന്, അതായത് നമുക്കെല്ലാവർക്കും അറിയാം, നെഗറ്റീവ് പോസിറ്റീവിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അതേപോലെ ഈ ആകാശത്ത് വെച്ചിട്ട്, അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ വെച്ചിട്ട് മഴത്തുള്ളികളും നമ്മളെ കാറ്റും ഇങ്ങനെ പരസ്പരം ഒരയുമ്പോൾ അതിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ പരസ്പരം വിഘടിച്ച് നിൽക്കും, ഒരു സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്യും, ഇങ്ങനെ ശേഖരിച്ച് നിൽക്കും, കുറേ, അതായത് ഹ്യൂജ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും. നമ്മുടെ അന്തരീക്ഷത്തിലെ ഈർപ്പം, അന്തരീക്ഷത്തിൽ മഴ പെയ്യുമ്പോൾ ഈർപ്പം നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുകൾക്ക്, നെഗറ്റീവ് ചാർജുകൾക്ക് ഭൂമിയിലോട്ട് വരാനുള്ളൊരു കണ്ടക്ടറായിട്ട് ഇത് പ്രവർത്തിക്കും, ഈ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം. അതാണ് പെട്ടെന്ന് നമ്മൾ ഒരു മിന്നലായിട്ട് ഇങ്ങനെ കാണുന്നത്. അതായത് നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗ കത്തിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ ഇങ്ങനെ അടിക്കൂലേ, അപ്പോൾ ആ ലൈറ്ററിൻ്റെ അറ്റത്ത് ഒരു സ്പാർക്ക് വരുന്ന കാണാം. അതേപോലെയാണ് ഈ ചാർജ് ഭൂമിയിലോട്ട് പെട്ടെന്ന് വന്ന് പതിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, അതായത് ആദ്യം നമ്മൾ കാണുന്നത് ലൈറ്റ്, പിന്നീട് ആണ് 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെയാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതിന് മുന്നേ അടിച്ച മിന്നലിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു വേണം എന്ന് കരുതാൻ. ലൈറ്റിന് ശബ്ദത്തെക്കാളും വേഗത കൂടുതലാണ്. അതാണ് ലൈറ്റ് നമ്മൾ പെട്ടെന്ന് കാണുന്നത്. ഈ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഏതാണ്ട് 3 ലക്ഷം കിലോമീറ്ററാണ്. അതായത് ഇവിടുന്ന് ചന്ദ്രനിലേക്ക് ഒരു ലൈറ്റ് പോകണമെങ്കിൽ 1 സെക്കൻഡ് മതി. അതാണ് അതിൻ്റെ സ്പീഡ് ലൈറ്റിൻ്റെ. പക്ഷേ ശബ്ദത്തിൻ്റെ വേഗത അതിനേക്കാൾ എത്രയോ കുറവാണ്. അതാണ് നമ്മൾ മിന്നൽ അടിച്ച്, അതായത് ആ ലൈറ്റ് കണ്ടതിന് ശേഷം നമുക്ക് ഈ സൗണ്ട് കേൾക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് ഈ സംഭവം, ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണ് എന്നുള്ളത് ഞാനൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ എക്സ്പെരിമെൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ആ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്തു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോമ്പ് എടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. പിന്നെ ഇവിടെ കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ,
ഞാൻ ഈ കോമ്പെടുത്തിട്ട് തലയിൽ വരച്ചിട്ട് ഈ പേപ്പർ കഷ്ണത്തിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ കണ്ടില്ലേ, ഈ കോമ്പ് ഞാൻ ആ പേപ്പർ കഷ്ണത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ആ പേപ്പർ കഷ്ണങ്ങൾ ഇതിലോട്ട് അട്രാക്റ്റ് ചെയ്തത്. അതായത് രണ്ടിലും ഓപ്പോസിറ്റ് ചാർജ് ആയിരുന്നു. അതായത് ഇതിലൊരു ചാർജ് അതിലൊരു ചാർജ്. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇത് കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് കൊണ്ടും ഈ പേപ്പർ കഷ്ണങ്ങൾക്ക് ഭാരം ഇല്ലാത്തത് കൊണ്ടും പെട്ടെന്ന് ഇതിലുള്ള ഒരു ചാർജ് ഇതിലുള്ള ഓപ്പോസിറ്റ് ചാർജിനെ അട്രാക്റ്റ് ചെയ്തു. അത് തന്നെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. നമ്മൾ മിന്നലായിട്ട് കാണുന്നതും അത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.